അയാളുടെ കമ്പ്യൂട്ടറിൽ ഹവായുടെ അച്ഛനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഹവായ് പരിശോധിച്ചിട്ടുണ്ട്. മാത്രമല്ല പുള്ളിക്കാരനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ആ മറ്റേ കമ്പനിക്കാരൻ്റെ ഡീറ്റെയിലും ഹവായ് പരിശോധിച്ചിരിക്കുന്നു. കുറച്ച് അകലെ നിന്നും ഒരു ശബ്ദം കേൾക്കാപ്പോ. നിങ്ങൾ എന്നെ ഈ നാട്ടിൽ ഇന്ന് പറഞ്ഞുവിടാൻ പോവാണോ? എന്നാൽ ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല. അത് പറയുന്നത് ഹവായാണ്. അവനൊരു ഭാഗത്തേക്ക് മാറിയിരിക്കുന്നുണ്ടാവും. എന്നിട്ട് അവൻ ചോദിക്കും, ആ വീട്ടിലെ ചെറിയ കുഞ്ഞിനെ നിങ്ങൾക്കറിയുമായിരുന്നോ? അപ്പൊ ഈ വിവരമുള്ള ഡാഡി പറയാണ്, നീ എന്താ പറയണതെന്ന് എനിക്ക് മനസ്സിലായില്ല, നീ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഉടനെ ഹവായ് അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട്, സത്യം പറയും, നിങ്ങൾക്കറിയായിരുന്നു, എല്ലാം അറിഞ്ഞുകൊണ്ടും നിങ്ങൾ എന്നെക്കൊണ്ട് അങ്ങേരെ കൊല്ലിച്ചു. എന്തിനത് ചെയ്തു? ഇത് കേൾക്കുമ്പോൾ വിവരമുള്ള ഡാഡി പറയും, നീ അറിയേണ്ടതൊന്നു മാത്രമാണ്, നിന്നെ സ്നേഹത്തോടെ ലാളിച്ച് ഞങ്ങളാണ് വളർത്തിയത്, നിന്റെ അച്ഛന്മാര് ഞങ്ങളാ. ഇത് കേൾക്കുമ്പോൾ ഹവായ്, അവരാ വീട് വിട്ട് പോകാത്ത എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? അവർ കാത്തിരിക്കുകയായിരുന്നു. അവരുടെ നഷ്ടപ്പെട്ടു പോയ മകനെ അവർ കാത്തിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ അവൻ തിരിഞ്ഞു വരികയാണെങ്കിൽ വീടറിയാതെ കഷ്ടപ്പെട്ടാലോ, അതുകൊണ്ട് അവർ കാത്തിരിക്കുകയായിരുന്നു അതേ വീട്ടിൽ. ഇതെല്ലാം തനിക്കറിയായിരുന്നു. എന്നിട്ടും എന്നെക്കൊണ്ട് അങ്ങേരെ കൊല്ലിച്ചു. നീ എന്തിനത് ചെയ്തു? വായി എന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കും. അപ്പാ ഡാഡി അതിനുത്തരം പറയുന്നതിലും ഭേദം നീ എന്നെ കൊല്ലുന്നാണെന്നും പറഞ്ഞ് തോക്ക് അയാളുടെ നെഞ്ചത്തേക്ക് വെച്ച് ആ വിവരമുള്ള ഡാഡി എന്നെ സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ നമ്മുടെ മൂത്ത ഫാദർ വീട്ടിലേക്ക് വന്ന് കാണുന്നത് ഹവായ് വിവരമുള്ള ഡാഡിയെ കൊന്നു തള്ളിയിരിക്കുന്നതാണ്. ഈ വിവരം ഉടനെ തന്നെ ബാക്കിയുള്ള 2 വില്ലൻ തന്തമാരോട് മൂത്ത ഫാദർ വിളിച്ചു പറയും. ഈ സമയത്ത് ഹവായ് അവരെ ചെറിയ ട്രക്ക് എടുത്തിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോയിരിക്കുക. ആശുപത്രിയിൽ എന്തായാലും ഒരു കൊട്ടേഷൻ നടക്കുന്നുണ്ടെന്ന് അവനറിയാം. അതേപോലെ ആശുപത്രിയിലേക്ക് ഈ എതിരാളി കമ്പനിക്കാരുടെ ആൾക്കാർ ലേഡിയെ കൊല്ലാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ ലേഡി ചാരൻ പോലീസുകാരന്റെ കൺട്രോളിലാണ്. ആ ലേഡിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്റെ ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് ഇപ്പം ചെയ്യല്ലേ എന്നും പറഞ്ഞ് പോലീസുകാരൻ തടസ്സം നിൽക്കുക. എന്നാൽ എതിർ കമ്പനിയുടെ ആൾക്കാർ പോലീസുകാരനെ തല്ലി മിരട്ടി, ഞങ്ങൾ ഇന്ന് തന്നെ ആ സ്ത്രീയെ കൊന്നിട്ടേ തിരിച്ചു പോകൂ, നീ തടസ്സം നിന്നാൽ നിന്നെയും കൊല്ലുന്നു പറഞ്ഞ് ഇവരെ കൂട്ടത്തിലെ ഒരാളെ പേഷ്യന്റിന്റെ വേഷത്തിൽ ഇവർ ആ ലേഡിയുടെ മുറിയിലേക്ക് പറഞ്ഞുവിടും. അയാൾ നൈസായി വന്ന് നമ്മുടെ ഹവായുടെ അമ്മയ്ക്ക് വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴായിരിക്കും പുറകേന്ന് കർട്ടണം മറച്ചുകൊണ്ട് ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത്. പൊരിഞ്ഞ അടിയായിരിക്കും. പിന്നെ നമ്മുടെ ചെറുക്കൻ എന്തോ ഒരു എബിലിറ്റി ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുക. വില്ലൻ എന്തെങ്കിലും ചെയ്യാൻ തുനിയുമ്പോഴേക്കും അവന്റെ കത്തി തന്നെ എടുത്ത് ഹവായ് വില്ലന്റെ കഴുത്തിലേക്ക് കുത്തി ഇറക്കി കഴിഞ്ഞു. ചാരം പോലീസ് പുറത്തുനിന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി വന്ന് ആംബുലൻസിന്റെ മണ്ടയിലേക്ക് വീഴുന്നതാണ് കാണുന്നത്. കൊല്ലാൻ പോയവൻ മരിച്ച് തുണ്ടായി വന്ന് വീണ് കിടക്കുന്നു. ഇവർ ഓടിച്ചെന്ന് CCTV ചെക്ക് ചെയ്യുമ്പോൾ ചെറുക്കൻ അമ്മയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞു. സോ കൊച്ചു പയ്യനാണ് ഇതിനെല്ലാം കാരണക്കാരെന്ന് ചാരം പോലീസിന് മനസ്സിലായി. അവൻ ഉടനെ വില്ലന്മാരെ വിളിച്ച് ഈ കാര്യം പറയും. ഈ സമയത്ത് ഹവായ് ആണെങ്കിൽ ആരും അറിയാത്തൊരു ഹോസ്പിറ്റലിലേക്ക് അമ്മയെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിട്ട് അവൻ ഇഷ്ടമുള്ള ആ പെണ്ണിനെ വിളിച്ച് 2 ദിവസം അമ്മയുടെ കൂടെ നിൽക്കാൻ പറയും. അവൻ എന്താ സംഭവിക്കാൻ പോണെന്നറിയില്ല. അതുകൊണ്ട് അവസാനമായിട്ട് അമ്മയ്ക്ക് ബോധമില്ലാത്ത സമയത്ത് അമ്മയൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയെ തൊട്ടൊക്കെ നോക്കിയിട്ട് കരഞ്ഞ് സോറി പറഞ്ഞ് അവൻ ആ വീട്ടിൽ നിന്നും എടുത്ത കർച്ചീഫ് അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇത് കഴിയുമ്പോൾ നമ്മുടെ അടിക്കാരൻ ഡാഡി അവരെ വെപ്പൺ സ്റ്റോറിലേക്ക് വന്ന് നോക്കുകയാണ്. അവിടുത്തെ 1-2 വലിയ വെപ്പൺസ് കാണുന്നില്ല. ഉടനെ അയാളുടെ തലയിലേക്ക് ഹവായ് തോക്കും വെച്ച് നിൽപ്പുണ്ടാവും. പക്ഷെ അയാൾ സൂപ്പർ അടിക്കാരനാണ്. അതുകൊണ്ട് ഹവായ്ക്ക് പെട്ടെന്ന് പുള്ളിയെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. എന്നാലും 2 പേരും തമ്മിൽ പൊരിഞ്ഞടിയായി. അവസാനം ഹവായുടെ തലയ്ക്ക് നേരെ കണ്ണു വെച്ചിട്ട് നിനക്ക് എന്നെയും കൊല്ലണോടാന്ന് ഈ ഡാഡി ചോദിക്കും. അതിന് ഹവായ് പറയാണ്, ആ അമ്മയെ മാത്രം വെറുതെ വിട്ടേക്ക്, ഞാൻ അതിനുവേണ്ടി എന്തും ചെയ്യാം. ഈ കൊട്ടേഷൻ തന്ന എല്ലാവരെയും കൊന്നുകളയാം, അവരെ മാത്രം വെറുതെ വിട്ടേക്ക്, ഞാൻ മറ്റൊന്നും ചോദിക്കുന്നില്ല. അത് കേട്ട് അടിക്കാരൻ ഡാഡി, നീ ജീവനോടെ ഇരിക്കണമെങ്കിൽ തന്നെ നിന്റെ അമ്മയുടെ ജീവൻ പോകേണ്ടത് ആവശ്യമാണ്. നിനക്കത് മനസ്സിലായില്ല? ഇനി അടങ്ങിയിരിക്കെ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് കൊല്ലേണ്ടി വരുമെന്ന് പറഞ്ഞ് ഇയാൾ ഹവായിനെ അടക്കാൻ ശ്രമിക്കുക. പക്ഷെ 1 സെക്കൻഡ് അയാളുടെ ശ്രദ്ധ മാറുമ്പോഴേക്കും തന്റെ മേത്തു കുത്തിയ കത്തിയെടുത്ത് തിരിച്ചയാളുടെ തോളത്തേക്ക് കുത്തിയിട്ട് മറ്റൊരു കൈ മരബോർഡിലേക്ക് കത്തി കൊണ്ട് കുത്തിയിറക്കി അയാളെ ലോക്ക് ചെയ്തിട്ട് ഹവായ് ആ വീട്ടിൽ നിന്ന് ഗ്ലാസും പൊട്ടിച്ച് പുറത്തേക്ക് ചാടി രക്ഷപ്പെടും. ഈ സമയത്ത് ബാക്കിയുള്ള അച്ഛന്മാരൊക്കെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. അവരെങ്ങനെയെങ്കിലും ഹവായെ പിടിക്കാൻ നോക്കുകയാണ്. ഹവായ് ആ ചെറിയ ട്രക്കും എടുത്ത് ഇവർക്ക് പിടികൊടുക്കാതെ വളരെ വേഗത്തിൽ ഇവരെല്ലാം തെറ്റിച്ച് വലിയൊരു ക്രെയിനിൽ ഇവരെ കാറ് കൊണ്ടുപോയി കുടുക്കിയിട്ട് അവിടുന്ന് രക്ഷപ്പെടും. ഒരു ചെറിയ മിസ്സിംഗ് ഉണ്ടായിരുന്നെങ്കിൽ 4 പേരും ചത്തേനെ. അവൻ നമ്മളെ 4 പേരെയും ഒരുമിച്ച് കൊല്ലാൻ നോക്കിയതാണെന്നും പറഞ്ഞ് ഒരാൾ ചിരിക്കുന്നുണ്ട്. അപ്പൊ ഡ്രൈവിംഗ് ഡാഡി അവനിങ്ങനെ കാർ ഓടിക്കാൻ ഞാനാണ് പഠിപ്പിച്ചു കൊടുത്തത്, എന്നിട്ട് എനിക്ക് തന്നെ അത് പാരയായി എന്ന് പറയും. ഹവായ് അവിടെ നിന്ന് അങ്ങനെ അവരെ കുടുക്കിയിട്ട് രക്ഷപ്പെട്ടു പോയി. ഈ സമയത്ത് നല്ല പോലീസുകാരൻ അയാൾ അന്വേഷിച്ച് ഈ വില്ലന്മാര് പണ്ടൊരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. മാത്രമല്ല വില്ലന്മാർക്കും ഈ സിമന്റ് കമ്പനിക്കാരനും പണ്ടേ ഒരു ബന്ധമുണ്ടെന്നും കൂടെ ഇയാൾ മനസ്സിലാക്കി. ഇനി അയാൾക്ക് ഇവരെ കൊടുക്കാനുള്ള തെളിവുകൾ മാത്രം മതി. ആ സമയത്തായിരിക്കും ഹവായ് അവൻ്റെ അച്ഛന്മാരെ വിളിക്കുന്നത്. അച്ഛന്മാർ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഹവായ് മൂത്തച്ഛനെ വിളിച്ചിട്ട്, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എന്നെ വളർത്തിയത്? ഇത് കേട്ട് മൂത്തച്ഛൻ പറയും, നീ എന്ത് ചോദ്യമാണ് ഇത് ചോദിക്കുന്നത്? ഞാൻ നിന്റെ അച്ഛനാണ്, നിന്നെ വളർത്തേണ്ടത് എൻ്റെ കടമയാണ്. അപ്പൊ ഹവായ്, അങ്ങനെയാണെങ്കിൽ അച്ഛാ,
എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ നിങ്ങൾ വരില്ലേ? നിങ്ങൾ ആദ്യമായി എന്നെ എടുത്തോണ്ട് പോയത് എവിടുന്നാണോ, ഞാൻ അവിടെ തന്നെ വരാം. നാളെ കാലത്ത് 10 മണിക്ക് ആ സിമന്റ് ഫാക്ടറി നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറയും പൊന്നോമന പുത്രൻ. അവൻ ആ സിമന്റ് ഫാക്ടറി തന്നെ ഉണ്ട്. അവന്റെ സ്വപ്നത്തിൽ എപ്പോഴും വരുന്ന ആ മോൺസ്റ്റർ ഈ പ്രാവശ്യവും വരുന്നുണ്ട്. എന്നാൽ ഇത്തവണ അവൻ അതിനെ പേടിക്കുന്നില്ല. അതിനെ മുഖാമുഖം എതിർക്കാൻ തന്നെ തീരുമാനിച്ചു. അവിടുന്ന് കട്ട് ചെയ്താൽ ആ എതിർ കമ്പനിക്കാരന് ഏതോ ഒരാളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതില് നമ്മുടെ തന്തവില്ലന്മാരില്ലേ, തന്തവില്ലന്മാര് എതിർ കമ്പനിക്കാരടുത്ത് പറഞ്ഞിരിക്കുക, ഞങ്ങളുടെ കയ്യിൽ സിമന്റ് വ്യാപാരിയുടെ ഭാര്യയുണ്ട്, അവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാനുള്ള പണം മുഴുവൻ തരിക, എന്നിട്ട് ഫാക്ടറിയിലേക്ക് വരിക, അവിടെ വെച്ച് കാണാമെന്നാണ് ഈ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്. ഇത് കണ്ട എതിർ കമ്പനിക്കാരൻ അവന്റെ അടിക്കാരനെ വിളിച്ചിട്ട്, നമ്മൾ കൊട്ടേഷൻ കൊടുത്തവന്മാർക്ക് എന്ത് അഹങ്കാരാന്ന് കണ്ടോ, നിങ്ങൾ പോയി അവന്മാർക്ക് വേണ്ടത് കൊടുത്തിട്ട് ആ പെണ്ണിനെ വിളിച്ചോണ്ട് വാന്ന് പറയും. ശരിയെന്നും പറഞ്ഞ് പിറ്റേന്ന് 10 മണിക്ക് ഈ കമ്പനി വില്ലന്മാരും അതേ ഫാക്ടറി സ്പോട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ തന്തവില്ലന്മാരും അങ്ങോട്ട് വരുന്നത്. ഡ്രൈവർ ഡാഡിക്കാണെങ്കിൽ ഹവായിനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവനെ കൊന്നുകളയല്ലേ, പിടിച്ചോണ്ട് വന്ന് സംസാരിച്ചാൽ മതി, അവന് മനസ്സിലാകുമെന്ന് ബാക്കിയുള്ള 3 ഡാഡിമാരോടും പറയും. എന്നിട്ട് പുള്ളിക്കാരൻ പുറത്ത് കാത്തു നിൽക്കുക. ഈ 3 ഡാഡിമാരും ഫാക്ടറിക്ക് അകത്ത് കയറുമ്പോൾ അവിടെ കമ്പനി റൗഡികൾ നിപ്പുണ്ട്. അവർ ഈ 3 ഡാഡിമാരോടും പറയും, നിനക്കൊന്നും ഇത്രയും അഹങ്കാരം വേണ്ടിയിരുന്നില്ല, ഇങ്ങോട്ട് എന്തിനാണ് ഞങ്ങളെ വിളിച്ചത്, നിനക്ക് വേണ്ട പണം തരാമെന്ന് പറഞ്ഞല്ലേ, എന്തായാലും ആ ലേഡിയെ തായോ, നിനക്ക് വേണ്ട പണം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഈ കമ്പനിക്കാർ പറയും. അത് കേൾക്കുമ്പോൾ തന്തവില്ലന്മാര് ചിരിച്ചിട്ട്, നിങ്ങളെ ഞങ്ങൾ വിളിച്ചെന്നോ, നിന്നോട് ആരോടെ ഈ പൊട്ടത്തരം പറഞ്ഞ്, ഞങ്ങളിവിടെ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നാണ്, നിങ്ങളുമായിട്ട് ഞങ്ങൾക്കൊരു കച്ചവടമില്ല. ഈ സീൻ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാരം പോലീസ് എങ്ങനെയൊക്കെയോ മണത്ത് ഹവായിയുടെ അമ്മയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആശുപത്രി കണ്ടുപിടിച്ചു. ആരാണ് അഡ്മിറ്റ് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക പുള്ളി. ഇത് നമ്മുടെ ഹവായിയുടെ കൂട്ടുകാരി കാണും. വീണ്ടും കട്ട് ചെയ്ത് വില്ലന്മാരുടെ അടുത്തേക്ക് വന്നാൽ, കമ്പനി വില്ലന്മാര്, നിങ്ങളല്ലേ അപ്പം ഞങ്ങളെ വിളിച്ചത്, ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ നമ്പരും ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ആ നമ്പറിലേക്ക് വിളിക്കാമെന്നും പറഞ്ഞ് ഈ വില്ലന്മാര് ആ ലെറ്ററിലുള്ള നമ്പറിൽ വിളിച്ചിട്ട് ഇതാരാണെന്ന് നീ തന്നെ ചോദിച്ചു നോക്കുമെന്നും പറഞ്ഞ് മൂത്ത ഫാദർ വില്ലന്റെ അടുത്തേക്ക് ഈ മൊബൈൽ നീട്ടുവാണ്. ഈ മൊബൈൽ നീട്ടിയ ആളുടെ കൈ തുണ്ടായി നിലത്തേക്ക് വീഴും. ദൂരെ നിന്നും ആരോ സ്നൈപ്പർ വെച്ച് അടിച്ചാണ്. ഇത്രയും ഷാർപ്പായിട്ട് അത് അടിക്കണമെങ്കിൽ അവർ വളർത്തിയ ഹവായി തന്നെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. ഉടനെ ഈ കമ്പനി വില്ലന്മാരും നമ്മുടെ ഡാഡി വില്ലന്മാരും തമ്മിൽ എതിരാവുന്നു. ദൂരെ നിന്ന് വീണ്ടും വീണ്ടും ആരൊക്കെയോ കമ്പനി വില്ലന്മാരെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. അവന്മാരാണെങ്കിൽ ഇനിയും പൊറുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഈ ഡാഡി വില്ലന്മാരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. പരസ്പരം ഇവർ ഷൂട്ട് ചെയ്ത് പൊരിഞ്ഞാടി. ഈ നേരത്ത് നമ്മുടെ ഡ്രൈവർ ഡാഡി ഹവായി ദൂരെ നിന്നും സ്നൈപ്പർ വെച്ച് ഷൂട്ട് ചെയ്യുന്ന കാണുന്നുണ്ട്, ഒരു വലിയ ടവറിന്റെ മുകളിൽ നിന്ന്. ഇങ്ങേര് ഉടനെ ടവറിന്റെ മണ്ടയിലേക്ക് ഓടിപ്പോവാണ്. ആ സമയത്ത് ഫാക്ടറിക്കകത്ത് ഹവായിയുടെ ഓരോ ഡാഡിമാരായി വില്ലന്മാരെ വെട്ടും കുത്തും വെടിവെപ്പും കൊണ്ട് മരിച്ചു വീണോണ്ടിരിക്കുക. ആദ്യം നമ്മുടെ സൈക്കോ ഡാഡി, അത് കഴിയുമ്പോൾ ഇഡിയൻ ഡാഡി, അവര് 2 പേരും വീണു. ഇനിയിപ്പം മൂത്ത ഫാദർ വില്ലൻ, അങ്ങേരും കമ്പനിക്കാരന്റെ പ്രധാന അടിക്കാരനുമായിട്ട് ഫൈറ്റ്. എന്നാൽ ഫാദർ വില്ലൻ തന്നെയാണ് ജയിക്കുക. അടിക്കാരന്റെ കണ്ണിലേക്ക് വെടിവെച്ച് അവനെ കൊന്നു കളഞ്ഞിട്ട് ഫാദർ വില്ലൻ പുറത്തേക്ക് വരുന്നു. അപ്പോഴായിരിക്കും ചാരം പോലീസുകാരന്റെ കോള് വരുന്ന, സിമന്റ് വ്യാപാരിയുടെ ഭാര്യ എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, നിനക്ക് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ന ആശുപത്രിയിലേക്ക് വാ. ഇത് കേട്ട ഉടനെ കയ്യിൽ തോക്കുമായിട്ട് മെയിൻ ഡാഡി അവിടുന്ന് പുറപ്പെടുകയാണ്. ബാക്കിയുള്ള 2 പേരും മരിച്ചു. ഹവായി അയാളെ ഷൂട്ട് ചെയ്യാൻ തയ്യാറാവുമ്പോൾ ഡ്രൈവർ ഡാഡി ഓടി വന്ന് തടയും. ദയവ് ചെയ്ത് നിർത്ത്, നമുക്ക് തിരിച്ചു പോവാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയില്ലേ, എല്ലാം അവസാനിപ്പിക്ക്, വെറുതെ വിട്ടേക്ക്. ഇത് കേട്ട് ഹവായി പറയും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നു, നീയും അവരെ പോലെ തന്നെയാ, നിങ്ങൾക്കും മനസാക്ഷിയില്ല, നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു, കൊലയാളിയാണ് നിങ്ങൾ, പൊയ്ക്കോ, എന്റെ അടുത്ത് വേണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ടെന്നും പറഞ്ഞ് ഹവായി അങ്ങേരെ തള്ളിയിടും. എന്നാൽ പുള്ളി താഴത്തേക്ക് വീഴണമെന്ന് അവൻ വിചാരിച്ചിട്ടില്ല. കാല് സ്ലിപ്പായി പുള്ളി താഴത്തേക്ക് അടിച്ചു വീണ് മരണപ്പെടുകയാണ്. ഇതും കൂടെ കണ്ട ഉടനെ ഫാദർ വില്ലൻ അയാൾ എന്തോ മനസ്സിൽ കൽപ്പിച്ചു കൂട്ടി അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാറിന്റെ ടയറും ഷൂട്ട് ചെയ്ത് പൊട്ടിച്ചിട്ട് ഒരു കാറ് മാത്രം എടുത്തുകൊണ്ട് അയാൾ പോവും. ഈ സമയത്താണ് കൂട്ടുകാരി ഹവായിനെ വിളിച്ച്, നിന്റെ അമ്മ ഉള്ള സ്ഥലം കണ്ടുപിടിച്ച് ആ പോലീസുകാരൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ തന്നെ ഹവായിക്ക് മനസ്സിലായി ഫാദർ വില്ലൻ നേരെ പോകുന്ന അവന്റെ അമ്മയെ കാണാനാണ്. ഇവനുടനെ ഓടിച്ചെന്ന് ഒരു യാത്രക്കാരന്റെ കാറ് മറച്ച് അയാളെ കയ്യിൽ നിന്ന് കാറും തട്ടിയെടുത്ത് നേരെ ആശുപത്രിയിലേക്ക് വരും. ഈ സമയത്ത് നമ്മുടെ നല്ല പോലീസുകാരൻ അയാൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി നേരെ വില്ലന്റെ വീട്ടിലേക്ക് വന്ന് ഹവായിയുടെ വളർത്തമ്മയെ ക്വസ്റ്റ്യൻ ചെയ്യാം. പുള്ളിക്കാരി ഒരു മറുപടിയും പറയില്ല. എനിക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറയുക. അപ്പൊ പോലീസുകാരൻ നിങ്ങൾ തമ്മിൽ ചെറുപ്പം മുതലേ ബന്ധമുണ്ടെന്നും പറഞ്ഞ് പഴയൊരു ഓർഫനേജിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതില് ഈ പെണ്ണും ബാക്കിയുള്ള 4 വില്ലന്മാരും ഡ്രൈവറും ഇവരെല്ലാവരും ഒരുമിച്ച് വളർന്നാണെന്ന് പറയും. അത് സത്യമാണ്. ഈ വളർത്തമ്മയ്ക്ക് ഇത്രയും കാലമായിട്ട് ആ സത്യം അറിയില്ലായിരുന്നു. ഇതിൽ മറ്റൊരു രഹസ്യം കൂടെ ഉണ്ട്. ആ ഓർഫനേജിന്റെ ഓണറുടെ മകനാണ് നമ്മുടെ ഹവായിയുടെ അച്ഛൻ. ഇവിടെ ഇങ്ങനെ പഴയ രഹസ്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരുന്ന സമയം മൂത്ത ഡാഡി ചാരം പോലീസ് പറഞ്ഞ സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞാൻ ആ വാർഡ് ക്ലിയർ ആക്കിയിട്ടുണ്ട്, നീ വേണമെങ്കിൽ ആ ലേഡിയെ ചെന്ന് കൊന്നോന്നും പറഞ്ഞ് പോലീസുകാരൻ നമ്മുടെ കൂട്ടുകാരി പെണ്ണിനെയും പിടിച്ചു വെച്ചിട്ട് കാറിയിരിക്കുക.
വില്ലൻ ഡാഡി എന്താ ചിന്തിച്ചെന്നറിയില്ല. പോലീസുകാരുടെ നെറ്റിലൊരു പൊട്ടും വെച്ചു കൊടുത്തിട്ട് അവിടുന്ന് മാറിപ്പോവും. ഈ സമയത്ത് ഹവായ് ആശുപത്രിയിലേക്ക് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അവനൊരു വെടിയും കൊണ്ടിട്ടുണ്ട്. അതും സഹിച്ച് അവൻ പാഞ്ഞു വരികയായിരിക്കും. അപ്പോഴേക്കും വില്ലൻ ഹവായുടെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ പോലീസുകാരൻ ഹവായ് ശരിക്കും ആരാണെന്ന് വളർത്തമ്മയോട് ചോദിക്കുന്നുണ്ട്. വളർത്തമ്മ പറയും അവനൊരു നല്ല കുട്ടിയാണെന്ന് മാത്രം. അവർക്ക് കൂടുതലൊന്നും അറിയില്ല. പക്ഷെ അപ്പോഴാണ് പോലീസുകാരൻ പറയുക ഹവായ ആ ഓർഫനേജുകാരന്റെ പേരക്കുട്ടിയാണെന്ന്. ഇതേ സമയത്ത് ആശുപത്രിയിൽ ഹവായെ പറ്റി വില്ലൻ അവന്റെ അമ്മയോട് പറയുന്നുണ്ട്. അവൻ വളർന്ന രീതിയെല്ലാം അയാൾ വിവരിക്കുന്നുണ്ടാവും. പഠിച്ചതിലെല്ലാം അവൻ മികച്ചവനായിരുന്നു. എന്നാൽ എല്ലാത്തിനും അപ്പുറം അവൻ നല്ലൊരു ചിത്രകാരൻ കൂടിയായിരുന്നു. അവന്റെ അച്ഛനെ പോലെ തന്നെ. ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയാണോ ഭീകരജന്തുവിനെ കണ്ട് പേടിച്ചത്, അതുപോലെ തന്നെ അവനും ആ ഭീകരജന്തുവിനെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് മെയിൻ വില്ലന്റെ ഫ്ലാഷ് ബാക്ക് വരുന്നത്. മെയിൻ വില്ലൻ ഇവരെ കൂടെ തന്നെ ഓർഫനേജിൽ വളർന്ന ഒരു പയ്യനാണ്. അവന് ചെറുപ്പത്തിൽ ഈ മോൺസ്റ്റർ തന്നെ പിടിക്കാൻ വരുന്നത് പോലുള്ള സ്വപ്നങ്ങൾ വരും. ഇതേ സമയത്ത് ഓർഫനേജുകാരന്റെ മകനും ഇവരെ ഓർഫനേജ് വിസിറ്റ് ചെയ്യുമായിരുന്നു. അതായത് ഹവായുടെ ശരിക്കുള്ള അച്ഛൻ. പുള്ളിക്കാരനെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. പുള്ളി ഒരു നല്ല മനുഷ്യനായിരുന്നു. നമ്മുടെ മെയിൻ വില്ലൻ അവന്റെ കുഴപ്പം ഹവായുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എപ്പോഴും പ്രാർത്ഥിച്ചാൽ മതി, ഈ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നാൽ മെയിൻ വില്ലൻ എത്ര തന്നെ പ്രാർത്ഥിച്ചിട്ടും ആ കുഴപ്പങ്ങൾ പോയില്ല. അതുകൊണ്ട് അവന് ഹവായുടെ അച്ഛനോട് ദേഷ്യമുണ്ടായിരുന്നു. അതേപോലെ ഒരുപാട് അസൂയുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവനോട് പ്രതികാരം ചെയ്യണമെന്ന് ഇവൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് ഹവായുടെ അച്ഛന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയുണ്ട് ഈ ഓർഫനേജിൽ. അവളെ പീഡിപ്പിച്ചാൽ ഹവായുടെ അച്ഛന് വേദനിക്കുന്നു മനസ്സിലാക്കിയിട്ട് മെയിൻ വില്ലൻ ചെറുപ്പത്തിൽ തന്നെ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഇതറിഞ്ഞു വന്ന ഹവായുടെ അച്ഛനെ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഹവായുടെ അച്ഛന് ഒരു കാലില്ലാതായത്. എന്നിട്ടും പുള്ളിക്കാരൻ ഈ വില്ലനോട് ക്ഷമിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം മനസ്സിലാക്കിയ ഹവായുടെ അമ്മ കരയാൻ തുടങ്ങും. നീ എന്തിനാണ് ഇത്രയും പ്രതികാരം ചെയ്തത്? നിനക്ക് അങ്ങേരോടുള്ള വെറുപ്പ് ഇനിയും തീർന്നിട്ടില്ലേ? വില്ലൻ പറയും എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് സമാധാനമുള്ളത്. എന്നാൽ ഇപ്പോൾ ഹവായ് അവൻ പരിധി വിട്ടുപോയി. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സമയത്ത് വില്ലന്മാരെ വീട്ടിലുള്ള പോലീസുകാരൻ, ആ നല്ല പോലീസ് വില്ലന്മാരെ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ബാക്കപ്പിന് വേണ്ടി കൂടുതൽ ആൾക്കാരെ വിളിക്കുകയാണ്. അപ്പൊ ആ വളർത്തമ്മയാവട്ടെ ഹവായെ പിടിച്ചോണ്ട് പോകാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് പോലീസുകാരനെ ആക്രമിക്കും. തലയിൽ കല്ലുകൊണ്ടടിച്ച് അയാളെ സൈഡാക്കാണ്. ഈ നേരത്ത് മെയിൻ വില്ലൻ ആവട്ടെ ആ അമ്മ എന്തുകൊണ്ട് നീ ഇത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഭർത്താവിനോട് ചോദിച്ചു നോക്കെന്നും പറഞ്ഞ് അമ്മയെ കൊന്നുകളയും. ഹവായ് എത്തുമ്പോഴേക്കും അവന്റെ അമ്മ മരിച്ചു കഴിഞ്ഞു. ഈ സീൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. എങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെടണമെന്നാണ് വിചാരിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ ഹവായുടെ അമ്മ കൊല്ലപ്പെടുന്നു. ഹവായ് ഇത് കണ്ടിട്ട് വാവിട്ട് കരയാൻ തുടങ്ങും. അടുത്ത സീനി നമ്മുടെ വില്ലൻ ഡാഡി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വളർത്തമ്മ പോലീസുകാരനെ തല്ലി മൂലക്കിട്ടിരിക്കുക. നീ പോലീസുകാരനെ കടിച്ചിട്ടോ? എനിക്ക് എന്തായാലും അത് ഇഷ്ടമായി. അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്ക്, ഹവായ് വരാൻ സമയമായി, നമുക്ക് കഴിക്കണമെന്ന് വില്ലൻ തന്ത വളർത്തമ്മയോട് പറയും. അപ്പൊ വളർത്തമ്മ നിനക്ക് വേണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കി തിന്നടാ, ഇനി ഒരിക്കലും നിനക്ക് വേണ്ടി ഞാൻ പണിയെടുക്കാൻ പോകുന്നില്ലടാ നാറി എന്ന് പറയുന്നുണ്ട്. നിനക്ക് അത്രയ്ക്ക് ധൈര്യം വന്നോടിയെന്നും ചോദിച്ച് വില്ലൻ വളർത്തമ്മയെ അടിക്കാൻ തുടങ്ങും. വളർത്തമ്മയ്ക്ക് എല്ലാം മനസ്സിലായി എന്ന് വില്ലൻ ഇപ്പൊ പിടികിട്ടി. അതായത് ഹവായുടെ അച്ഛനോടുള്ള അസൂയ കൊണ്ട് ഹവായുടെ അച്ഛൻ സ്നേഹിച്ച പെണ്ണിനെ ഭാര്യയെ പോലെ ഇയാള് പിടിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് ഹവായുടെ മകനെ കൊണ്ടുവന്ന് സ്വന്തം മകനെ പോലെ വളർത്തുന്നു. എല്ലാം ഹവായുടെ അച്ഛനോടുള്ള തീരാത്ത അസൂയ കൊണ്ട് ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഒരു അൾട്ടിമേറ്റ് സൈക്കോയാണ് ഈ പ്രധാന വില്ലൻ. ഇപ്പൊ വളർത്തമ്മ പറയാണ് അവർക്കാർക്കും നിന്നെ കണ്ട് പേടിയില്ല. സത്യം പറഞ്ഞാൽ നീയാണ് പേടിത്തൊണ്ടൻ. ഹവായുടെ അച്ഛൻ നിന്നെ പോലെയല്ല, ഹവായ് നിന്നെ പോലെയല്ല. അവർക്കൊരിക്കലും ആവാൻ കഴിയില്ല. നിന്റെ അസൂയ കൊണ്ട് നീ പുഴുകി ചാവുകളുടാ. അവർക്ക് കിട്ടേണ്ടിയിരുന്ന ജീവിതം നിനക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. നിനക്കൊരിക്കലും സമാധാനത്തോടെ ജീവിക്കാനും കഴിയില്ല. ഇത് കേട്ട ഉടനെ വില്ലൻ ദേഷ്യപ്പെട്ട് നീ ഇനി എനിക്ക് വേണ്ടടിയെന്നും പറഞ്ഞ് അവരെ കൊല്ലാൻ നോക്കുക. അപ്പോഴായിരിക്കും ഹവായ് കയറി വരുന്നു. നിർത്തിക്കോ ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞ് തോക്കും കാണിച്ച് അവൻ മുന്നോട്ട് വരും. എന്നിട്ട് അവൻ ചോദിക്കുകയാണ് അവന്റെ വളർത്തച്ഛനോട്, നീ എന്തിനാണ് എൻ്റെ അമ്മയെ കൊന്നതെന്ന്. അത് കേട്ട് വില്ലൻ പറയും നിന്നെ വളർത്തിയ നിന്റെ അച്ഛന്മാരെല്ലാം മോൺസ്റ്റേഴ്സാ, നീയും അങ്ങനെ ആവണം, അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. എന്നാലേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അത് കേട്ട് ഹവായ് പറയും ഞാൻ ഒരിക്കലും നിങ്ങളെപ്പോലെ ആവില്ല, അങ്ങനെ ആക്കാൻ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് കഴിയില്ല. അതിന് വില്ലൻ നീ ആയില്ലെന്നാണ് വിചാരിക്കുന്നത്. ഈ 2 ദിവസമായി ഞങ്ങളെക്കാളും വലിയ മോൺസ്റ്ററായി നീ മാറിയിരിക്കുകയാണ്. ഇനി നിനക്ക് ആ മോൺസ്റ്റർ കാണില്ല. കാരണം ഇപ്പൊ മോൺസ്റ്റർ നീയാണ്. നിന്നെയാണ് എല്ലാവരും കണ്ട് ഭയക്കുക. ഇയാളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാതി ബോധമുള്ള ആ പോലീസുകാരൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. എല്ലാത്തിനും കിട്ടിയടാ എനിക്ക് ഇപ്പൊ കാണിച്ചുതരാമെന്നും പറഞ്ഞു. അപ്പൊ വില്ലൻ ഡാഡി ഹവായോട് ചോദിക്കുകയാണ് നീ ആരെയാ ഷൂട്ട് ചെയ്യാൻ പോണ്? എന്നെയാണോ അതോ അപ്പുറത്തേക്ക് നീ മോൺസ്റ്ററെയോ? വളർത്തിയ അച്ഛനെ നീ കൊല്ലാൻ പോവാ? ഇയാളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വളർത്തമ്മ വില്ലന്റെ പള്ളയിലേക്ക് കത്തി കുത്തിയിറക്കി. ഉടനെ വില്ലൻ ഡാഡി തിരിഞ്ഞ് വളർത്തമ്മയെ പൊതിരെ തല്ലാണ്. ഹവായിക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റാതെ അവൻ അയാളുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്യും. ഇത് കണ്ടുടനെ പോലീസുകാരൻ ഹവായുടെ കൈയിലേക്ക് ഷൂട്ട് ചെയ്യാണ്. വില്ലൻ തന്ത തിരിഞ്ഞ് ഹവായോട് ദേഷ്യപ്പെടാതെ എന്റെ മകനെയാണോടാ നീ ഷൂട്ട് ചെയ്യണമെന്ന് ചോദിച്ച് പോലീസുകാരനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളെ. അത് കഴിഞ്ഞ് ഹവായോട് നിനക്കിപ്പോ എല്ലാത്തിനോടും വെറുപ്പാണല്ലേ, അതുകൊണ്ട് വളർത്തിയ അച്ഛനോട് നിനക്ക് വെറുപ്പായി, എന്നാ പിന്നെ നിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചോ, ഇവളെ ആവശ്യമില്ലല്ലോ, ഇവളെ കൊന്നുകള
കൊന്നുകളയെന്നും പറഞ്ഞ് അങ്ങേര് വളർത്തമ്മയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ ഹവായ് വേണ്ട, അവരെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട വില്ലൻ എന്നാ പിന്നെ മടിക്കണ്ട, എന്നെ കൊന്നേക്ക്, ഞാൻ നിനക്കെതിരെ തോക്ക് ചൂണ്ടുന്നില്ല, പിന്നെ ഇതിന് മടിക്കുന്നു, എന്നെ കൊന്നേക്കെന്ന് പറഞ്ഞ് നിൽക്കുക. പക്ഷെ എന്തുകൊണ്ടോ ഹവായ്ക്ക് അയാളെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വളർത്തിയ പാപം കൊണ്ട് ഹവായ്ക്ക് അയാളെ കൊല്ലാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഉടനെ വില്ലൻ തന്ത ഈ വളർത്തമ്മയുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് ഹവായോട് ചോദിക്കും, ഇപ്പെന്തേ നിനക്ക് എന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത? ആ മോൺസ്റ്റർ നീ വീണ്ടും കണ്ടു തുടങ്ങിയോ? കാണുന്നുണ്ടോ നീ? ഇനിയും കാണണമെന്ന് ചോദിച്ചിട്ട് ഹവായെ ഭീഷണിപ്പെടുത്താണ്. ഉടനെ ഹവായ് മുട്ടുകുത്തിയിരിക്കും. എന്നോട് പൊറുക്ക് ഫാദർ, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി, ഇനി ഞാൻ ആവർത്തിക്കില്ല, നിങ്ങൾ പറയുന്ന പോലെ അനുസരിക്കാം, എന്നോട് പൊറുക്കോ, അവരെ വെറുതെ വിടും. ഇത് കേട്ട വില്ലൻ ഹവായുടെ അടുത്തേക്ക് വന്നവനെ കെട്ടിപ്പിടിച്ചിട്ട്, നിനക്കൊരു തെറ്റ് പറ്റിയതാ, എനിക്ക് മനസ്സിലായി, ഞാൻ അതുകൊണ്ട് നിന്നോട് ദേഷ്യപ്പെടുന്നില്ല, ഇനി നമ്മൾ മാത്രം മതി, നമ്മുടെ ലോകത്ത് മറ്റാരും വേണ്ട, അതുകൊണ്ട് ഇവളെ കൊന്നുകളയാന്നും പറഞ്ഞ് വില്ലൻ വളർത്തമ്മയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുമ്പോൾ ഹവായ് വില്ലനെ ഷൂട്ട് ചെയ്ത് കളയും. വെടി കൊണ്ടിട്ടും അയാൾക്ക് വേണമെങ്കിൽ ഹവായെ ഷൂട്ട് ചെയ്യായിരുന്നു. പക്ഷെ അയാളത് ചെയ്യില്ല. അയാൾ ഗണ്ണ് താഴ്ത്തും. ഹവായ് വീണ്ടും അയാളെ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ എല്ലാ വില്ലന്മാരെ കഥയും തീർന്നു. ഹവായ്ക്ക് കൂട്ടായിട്ട് ഇപ്പോ ആ വളർത്തമ്മ മാത്രമേ ഉള്ളൂ. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് ഹവായുടെ കൂട്ടുകാരിക്ക് ഒരു ഗിഫ്റ്റ് പാഴ്സൽ കിട്ടും. തുറന്നു നോക്കുമ്പോൾ അവളുടെ വരച്ച പോർട്രേറ്റ്. ഇതാരാ തന്നത്, ആൾ എവിടെയാണെന്ന് അവൾ കൂട്ടുകാരികളോട് ചോദിക്കും. ആളിപ്പോ ഗ്രൗണ്ടിലുണ്ടെന്ന് പെൺകുട്ടികൾ പറയാണ്. ഇത് കേട്ട് കൂട്ടുകാരി ഓടിച്ചെന്ന് ഗ്രൗണ്ടിൽ നമ്മുടെ ഹവായിനെ നോക്കുമ്പോൾ കാണില്ല. ആ ഗ്രൗണ്ടിൽ അതേസമയം എതിർ കമ്പനിക്കാരൻ ഏതോ ഒരു പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അയാൾ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ ഉടനെ അയാളുടെ തലയിലേക്കൊരു സ്നൈപ്പർ ഷോട്ട് ഏൽക്കും. അത് എവിടുന്നാണ് വന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പൊ തിരക്കിനിടയിലൂടെ ഗിറ്റാർ പെട്ടിയുമായിട്ട് ഒരു ചെറുപ്പക്കാരൻ കടന്നു പോകുന്നുണ്ട്. അവിടെ വെച്ച് ഹവായ് എ മോൺസ്റ്റർ ബോയ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനുണ്ട് ഈ കഥ? തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ടുമാസ്.